ഹലോ, അപ്പോൾ നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഗീയും ഇടേണ്ടതാണ്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇടുക. എന്നിട്ട് നന്നായി അരിഞ്ഞ ഉള്ളി ചേർക്കുക. അത് നല്ലോണം ബ്രൗണിഷ് കളറാകുന്ന വരെ, അതായത് നല്ലോണം വഴറ്റിയെടുത്ത് ലൈറ്റ് ബ്രൗണിഷ് കളറാകുന്ന വരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടി ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഉള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കം ടൊമാറ്റോ കാബേജ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത്. അതിൽ ഫ്രോസനായ ഗ്രീൻ പീസ് പിന്നെ സോയ ചങ്ക്സ് അങ്ങനത്തെ ഒക്കെ ഇടാവുന്നതാണ്. അതിൽ ഉപ്പ് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ കുട്ടികൾ വെജിറ്റബിൾസൊക്കെ തിന്നാൻ ഭയങ്കര മടിയന്മാരായിരിക്കും. അത് കറി വെച്ചാൽ ഒന്നും കഴിക്കില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇത് മിക്സാക്കി ചോറ് വെജിറ്റബിൾസ് ബിരിയാണി പോലെ വെച്ച് കൊടുത്താൽ എന്തായാലും കഴിച്ചോളൂ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം, കുരുമുളക് പൊടി, ബിരിയാണി മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മസാല രുചികളധികം ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മാത്രം ചേർത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക. അതും നല്ലോണം വഴറ്റിയെടുക്കുക. അത് നല്ലോണം ഫുള്ളായിട്ട് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് തൈര്, പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീരും നല്ലോണം ഒഴിച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് ഹാഫ് കുക്കാകെ വേണ്ടു. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അതിനിടയിൽ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ടായി. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ നല്ലോണം വഴറ്റിയെടുത്ത് എല്ലാം മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാം നല്ലവണ്ണം മിക്സായി അതിനുശേഷം കഴുകി കുതിർത്തി വെച്ച നേരിയ അരിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് നല്ലോണം നല്ലോണം തട്ടിക്കൊടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വറുത്തതുപോലെ ആക്കി എല്ലാം കൂടി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇനി അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഫസ്റ്റ് ഫുൾ തീ വെച്ച് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിലേക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായി. അതിൽ വെജിറ്റബിൾസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മക്കൾ നോക്കില്ല. അപ്പോൾ ഫുൾ മിക്സ് ആയിട്ടല്ലല്ലോ, എന്തായാലും സ്കൂളിൽ കൊണ്ടുപോയാൽ തിന്നാതിരിക്കുകയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോൻ്റെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതൊക്കെ പോലത്തെ നല്ല നല്ല റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വീണ്ടും കാണാം.